ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകവും കൂടി ചേർത്ത ഒരു മിക്സാണിത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 സവാള ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വാടിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം 2 കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയെടുത്ത് തക്കാളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അടപ്പ് തുറക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും മസാലയും ഒന്നാകെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ശേഷം തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയുടെ അല്പം മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിയിലാണ് ചേർക്കേണ്ടത്. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ബ്രോയിലർ ചിക്കൻ ആണ്. അതുകൊണ്ട് 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അവസാനമായിട്ട് അല്പം കുരുമുളകും കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഏകദേശം 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.